ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഓഡിഷനിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളെ വീട്ടിലത്തെ വിശേഷം രാവിലെ അലക്കെല്ലാം കഴിഞ്ഞു, ചോറായി. അപ്പോൾ ചോറിന് നമ്മൾ ഇന്ന് കേബേജിൻ്റെ ഒരു വറക്കാൻ വിചാരിച്ച്. പിന്നെ പാർട്സ് ഉണ്ട്, പാർട്സ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം കേബേജും ക്യാരറ്റും കൂടി നമ്മൾ മിക്സാക്കിയിട്ടാണ് വറക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലി വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ മെഷീൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് മിഷീനെടുത്ത് ഈ മെഷീനകത്തിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ നമുക്ക് നന്നായി കഴുകിയെടുക്കാം. കുറച്ച് മുറിച്ചിട്ട് കറക്കി 2-3 കറക്കൽ കറക്കിയാൽ കേബേജ് നല്ല അടിപൊളി, നല്ല നൈസായിട്ട് നല്ല ചെറുതെറുക്കുനായിട്ട് വരും. ഇട്ടുകൊടുത്ത് 4 ഭാഗവും ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ ഇന്നത്തെ വീട്ടിലെ വിശേഷമാണ്. അല്ലെങ്കിൽ ഒരുപാട് നേരം മുറിച്ച് പിന്നെ അത് കൈക്ക് ഒരു കല വന്ന് കൈ മുറിഞ്ഞ് പിന്നെ ചെറുതായി കിട്ടിയില്ല. ഇതാണ് നല്ല അടിപൊളിയായി ചെറുതായി കിട്ടി. ഇതെല്ലാം ഇനി റെഡിയാക്കി ഇനി നമുക്കിത് ഉണ്ടാക്കി മിക്സിയല്ല ഒരു മിഷൻ. ചെറുതായി നല്ല അടിപൊളിയായിട്ട് കട്ടായി കുറച്ച് ആക്കി വെച്ചതുണ്ട്. ഇത് നല്ല ചെറുങ്ങനെ അരിഞ്ഞ് നല്ല ഇട്ട് നല്ല കഴിക്കാൻ നല്ല കട്ടായിരിക്കും. ക്യാരറ്റും കൂടി നല്ല അരിഞ്ഞ് നല്ല രസമുണ്ട്. നല്ല അരിഞ്ഞ് അടിപൊളിയാക്കി. ഇനിയിപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ഉള്ളി, 2 പച്ചമുളകും കരിയാമ്പിലയും തേങ്ങയിലിട്ട് വറക്കാം. ഇപ്പം കരിയാമ്പില, ഉള്ളി, പച്ചമുളക്, കാബേജ്, ക്യാരറ്റ്. അപ്പോൾ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ചെറുങ്ങനെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞ്. ഇഞ്ചി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്മെൽ വരുമ്പോൾ നല്ലൊരു ചെറിയൊരു കഷ്ണം അതിലെല്ലാം മുറിച്ചിട്ടെങ്കിൽ ഇതിനകത്ത് ഉപ്പും ഉണ്ടാവും. തേങ്ങ ആവശ്യത്തിന് മഞ്ഞളിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി തേങ്ങയും കൂടി ആയാൽ നമുക്ക് വെല്ലൊന്നും നന്നായി മിക്സാക്കി കൊടുത്താൽ മതി. തേങ്ങയും കൂടി ഇട്ടാൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എല്ലാം കയറ്റി എല്ലാം നമ്മൾ മിക്സാക്കി വെച്ച്. അപ്പം തേങ്ങ ഇല്ല, അപ്പം തേങ്ങ നമുക്ക് ഇടിക്കാം. നമുക്ക് പാല പൊട്ടിപ്പോയി. അപ്പം തേങ്ങ ഇടിച്ചിട്ട് വരാം. പരിപാടി കത്തിയാകുമ്പോൾ ഇരിക്കുന്ന വലിയ പാടാണ്. എല്ലാ ശക്തിയെല്ലാം കൊടുക്കേണ്ടി വരും. വലിയ ഉണങ്ങിയ തേങ്ങ പൊരിച്ച് ഉടച്ചു നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ മൂടി ഇതിങ്ങനെ വെച്ചതാണല്ലോ. അപ്പോൾ ഒന്ന് കഴുകിയെടുക്കുക. എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും രാത്രിയിൽ എലിയെല്ലാം പറയുന്നതല്ലാണ്ട് അപ്പോൾ അതൊന്ന് കഴുകി ക്ലീനാക്കാം.
പാത്രം ചൂടാട്ടെ. നമുക്ക് ഗ്യാസിൽ വെക്കാൻ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്, പക്ഷേ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പാത്രങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് കുക്കറിൽ നമ്മൾ ഇടുന്നത്, ചെറിയൊരു കുക്കറിൽ വറക്കുന്നത്. കടുക് പൊട്ടാൻ ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇടാം. കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. ഉഴുന്ന് പരിപ്പ് ഇട്ടാൽ നല്ല ഒരു ടേസ്റ്റാണ്, നല്ല മണമെല്ലാണ്. പിന്നെ നമ്മളിങ്ങനെ വറവ് തിന്നുന്ന സമയത്ത് അതിൽ നല്ല കരിക്കുമ്പോൾ നല്ല ഒരു രസമാണ്. ടേസ്റ്റ് വന്നു നല്ല. നമ്മൾ ചില അധികം കല്യാണ വീട്ടിലെല്ലാം ആദ്യം സദ്യക്ക് പോകുമ്പോൾ കാണാം ഇങ്ങനെ ഈ ഉഴുന്ന് പരിപ്പ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്ന് പരിപ്പൊന്ന് ചെറിയ ചുവന്ന് വന്നാൽ നമുക്ക് ഉഴുന്ന് പരിപ്പ് ചുവന്ന് വന്ന് ഇനി നമുക്ക് അടുത്തത് ഉഴുന്ന് പരിപ്പ് ചുവന്ന് വന്ന് ഇനി അടുത്ത് നമുക്ക് മുറിച്ച് വെച്ച ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കരിയാമ്പിലയും ചെറിയൊരു ഇഞ്ചിയും എല്ലാം കൂടി നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി നല്ല കാണാൻ നല്ലൊരു പണിയാണ്. ക്യാരറ്റെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. കേബേജ് നമുക്ക് തുറന്ന് വെക്കാം. കേബേജ് എല്ലാം ഓക്കെ ആയി. നല്ല ഇതിൻ്റെ മണം നല്ല കേബേജ് നല്ല അടിപൊളി ഓക്കെ ആയി. ഓക്കെ പാഴ്സായി. രാജുവിൻ്റെ കുറച്ച് കറിയുണ്ട്. അപ്പം പാഴ്സും കൂട്ടാൻ പോവാ. ഇഷ്ടമുള്ള അതുകൊണ്ട് കള്ളത്തേക്ക് നല്ലതാണ്, വായുവിന് നല്ലതല്ലേ. നല്ലത്. അപ്പം അതെ അതെ, വായു പോട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ബാക്കിയുള്ള പുറത്തേക്ക് പോട്ടെ. അതെ. രാജമ്മ കഴിക്കാൻ ഇഷ്ടമായിട്ടുണ്ട് അല്ലേ? രാജമ്മ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ? അടിപൊളി. നമ്മൾ രണ്ടാൾ കഴിക്കാൻ പോവാം. കേബേജ് ഇങ്ങനെ വറുക്കാൻ നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, കഴിക്കാൻ പോവാം. എല്ലാവരും വീഡിയോസ് ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലേ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.